ഹലോ, അസ്സാം വലൈക്കും. ഈസ്റ്റ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അറബിക് സ്വീറ്റ് ഡംപ്ലിംഗ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ലുക്കൈമത്ത്. ഇത് തയ്യാറാക്കാനായിട്ട് ഇവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പുളിയുള്ള തൈരാണ് നിങ്ങളെടുത്തുള്ളതെങ്കിൽ കുറച്ച് തൈരും അതുപോലെ തന്നെ ബാക്കി പാലും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഈ കൺസിസ്റ്റൻസിയിലുള്ളൊരു മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണ ഒന്ന് ചൂടാക്കാൻ വെക്കാം. ഒരു മീഡിയം ചൂടിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഈ മാവ് നമുക്ക് കൈകൊണ്ടെടുത്ത് എണ്ണയിലേക്ക് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കി ഇതുപോലെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വേണ്ടത്, എങ്കിലേ നമുക്കിത് നല്ലപോലെ ഉള്ളക്കൊന്ന് വെന്ത് കിട്ടുകയുള്ളൂ. ഫ്രൈ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, എങ്കിലേ നമുക്ക് എല്ലാ ഭാഗത്തും ഒരേ കളറും അതുപോലെ തന്നെ എല്ലാ ഭാഗവും ഒരേപോലെ നമുക്ക് വെന്ത് വരികയുള്ളൂ. ഏകദേശം ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് എടുക്കാം. അതുപോലെ തന്നെ തേൻ, ഡേറ്റ് സിറപ്പ് എല്ലാം നമുക്ക് എടുക്കാം. ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.